ഇടുക്കി ഏലപ്പാറ ടൗണിന് സമീപം എത്തിയ കാട്ടാനയെ വനമേഖലയിലേക്ക് തുരത്താനുള്ള ശ്രമം വിജയിച്ചില്ല. ജനവാസ മേഖലയിലേക്ക് കാട്ടാന കടക്കാതിരിക്കാനുള്ള വനവകുപ്പിന്റെ നടപടിക്രമങ്ങൾ മന്ദഗതിയിലാണെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ആരോപിക്കുന്നു. ഇടുക്കി ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലുമായി ഉണ്ടായിരുന്ന കാട്ടാന രാത്രിയോടെ ടൗണിന് സമീപം ശാന്തിനഗർ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. വീടുകളിലുണ്ടായിരുന്ന ആളുകൾ ആനയെ കണ്ട് ബഹളം വെച്ചതോടെ സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് കയറി. പിന്നീട് കാട്ടാന പുതുലയം ഭാഗത്തെത്തി. ഇതുവഴി ഓട്ടോറിക്ഷയിൽ വന്ന യാത്രക്കാർ റോഡരികിൽ നിൽക്കുന്ന ആനയെ കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനയെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ താമസിക്കുന്ന മേഖലയിലാണ് ഒറ്റയാനിറങ്ങിയത്. അതിലേ കയറി ഇതിലേ വരുമ്പോഴാണ് ലയൻസിലടുത്ത് ഞാൻ ഇറങ്ങി ഈ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആന നേരിട്ട് കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് ഓടി വരുമ്പോഴാണ് പിള്ളേരുടെ കഥവൊക്കെ തുറന്നല്ലേ കിടക്കുന്നത്. കഥവടയ്ക്കാനൊക്കെ എല്ലാവരും വിളിച്ച് പറയുകയും ചെയ്യും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിച്ചു വരികയാണ്. എന്നാൽ ഇതിനെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ വിഫലമായി. വനാതിർത്തിയിൽ വൈദ്യുതി വേലി നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ വനംവകുപ്പ് വീഴ്ച വരുത്തിയെന്ന് ജനപ്രതിനിധികൾ ആരോപിക്കുന്നു. കേന്ദ്ര ഫണ്ടിൽ നിന്നും MP ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും ഇതുവരെയായിട്ടും വനമേഖലാ കേന്ദ്രങ്ങളിൽ ഇതുവരെയായിട്ടും ഫെൻസിംഗ് പോലും നടത്താത്ത സാഹചര്യമാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആറാട്ടിയുടെ പട്രോളിംഗ് ഏലപ്പാറയിൽ ഉറപ്പുവരുത്തണമെന്നും വനംവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ജനപ്രതിനിധികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.